പിന്നെ ശിവ. നമസ്കാരം എല്ലാവർക്കും സദാശിവ വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ടാവും. സെക്കൻഡ് എപ്പിസോഡ് ഇതാണ് ഒഫീഷ്യലി സെക്കൻഡ് എപ്പിസോഡ് ഇതാണ് ഒഫീഷ്യലി സെക്കൻഡ് എപ്പിസോഡ് ഇതാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് പൊങ്കാലയാണ്. തിരുവനന്തപുരംകാരുടെ സ്വന്തം ഉത്സവം ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാലയായിട്ട് നമുക്ക് ഷൂട്ടില്ല, പക്ഷെ നമുക്കിവിടെ ഭയങ്കര പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ പ്രൊഡ്യൂസറിന്റെ, നമ്മുടെ ജഗതിയിലെ വീട്ടില് നമ്മൾ ആർട്ടിസ്റ്റുകളും നമ്മുടെ ടെക്നീഷ്യൻസും ഒക്കെ കൂടിയിട്ട് പൊങ്കാല ഭയങ്കര ആഘോഷമാക്കുന്ന ഒരു ദിവസമാണ്. പക്ഷെ ഞങ്ങൾക്ക് സാന്ത്വനം ടീം ഞങ്ങൾക്ക് ഫസ്റ്റ് വർഷമാണ്. അതെ, ഞാനും പൊങ്കാല എന്നുള്ളത് ടിവിയിലും ഒക്കെ കണ്ട് അങ്ങനെ കേട്ടിട്ടുള്ളൂ. നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഞാനും ആദ്യമായിട്ടാണ്. കാരണം ചെറിയ ചെറിയ പൊങ്കാലകളൊക്കെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളൊക്കെ നടക്കുന്നതൊക്കെ അറിയാം. പക്ഷെ ആറ്റുകാൽ പൊങ്കാല ആദ്യമായിട്ടാണ് ഞാനും ഇവനും സ്ത്രീകളുടെ ശബരിമല എന്നാണ് പറയുന്നത് ആറ്റുകാൽ. കാരണം നിറച്ച് സ്ത്രീകളായിരിക്കും. നിങ്ങൾക്കറിയാലോ, പൊങ്കാല ഇടുന്ന സ്ത്രീകളാണ്. നിറച്ച് സ്ത്രീകളുടെ ഒരു ആഘോഷമാണ് അവിടെ ആറ്റുകാൽ പൊങ്കാല. അപ്പൊ അതിനായിട്ട് തിരുവനന്തപുരം മുഴുവൻ സ്തംഭിക്കും. കാരണം ഇപ്പൊ തന്നെ ഇന്നലെ രാത്രി തന്നെ ഒരു എല്ലാ റോട്ടും അടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കൊണ്ടുവച്ച്, പിന്നെ വഴിയിലെല്ലാം കാണാം കലം വിൽക്കാന്, ഇഷ്ടിക വിൽക്കാന്, ഇതെല്ലാം ഇങ്ങനെയായിട്ട് ആൾക്കാരെല്ലാം മേടിച്ച് ഓൾറെഡി സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുകയാണ് ഇവര്. ഓരോ കടകളിലും ഓരോ സ്ഥലങ്ങളിലായിട്ട് അതിന്റെ വാതിക്കല് സ്ലോട്ടുകൾ ബുക്ക് ചെയ്ത് അവിടെ അടുപ്പ് കൂട്ടി പൊങ്കാല ആഘോഷമാക്കുകയാണ്. ഭക്തി നിർഭരമായ പൊങ്കാല അല്ലെ? അതെ. പിന്നെ നമ്മുടെ നമ്മുടെ ഇതിൽ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഓരോ റൂമിലൊക്കെ ആയിട്ടുണ്ട്. ഓരോരുത്തർ വരുന്നുള്ളൂ. അതെ, ഇപ്പൊ സമയം രാവിലെ 6-6:30 മണിയാണ്. നമ്മളിപ്പോ അങ്ങോട്ട് റെഡി ആയിട്ട് നമ്മളിപ്പോ അങ്ങോട്ട് പോകും. പൊങ്കാല ആഘോഷമാക്കാൻ നമ്മൾ ഇത്തവണ ഭാഗമാകുന്നുണ്ട്. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും ചെറിയ ചെറിയ കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു തരാം. അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. അതെ അതെ, അത് ഉച്ചയ്ക്ക് ഗംഭീര അന്നദാനമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ആർട്ടിസ്റ്റുകളായിരിക്കും നമ്മൾ വിളമ്പുന്നത് എടുക്കുന്നതല്ല. അപ്പൊ കണ്ടു നിൽക്കുന്നവർക്ക് അതൊരു ചെറിയൊരു പുതുമ ആണ്. നമുക്കും ഒരു സന്തോഷമാണ്. അവരുമായിട്ട് എത്ര ഭക്ഷണം കൊടുക്കാൻ പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയല്ല. അത് ഒരു നിറഞ്ഞ ചിരിയോട് വിളമ്പി കൊടുക്കുക. അതെ, നമ്മുടെ എല്ലാം നല്ല അടിച്ചു പൊളിച്ച് നമ്മൾ പൊങ്കാല നമ്മള് ഗംഭീരമാകും. അപ്പം വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇപ്പൊ കാണാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ആറ്റുകാൽ പൊങ്കാല ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മുടെ ജഗതിയിലുള്ള റോഡാണ് കേട്ടോ ഇത്. ഇത് ജഗതിയിലാണ് നമ്മുടെ ഒരു ലൊക്കേഷൻ വരുന്നത് സീരിയലിൻ്റെ. അതായത് ശ്രീദേവിയുടെ വീടായിട്ട് കാണിക്കുന്ന വീട് ഇവിടെ ജഗതിയിലുള്ള ഒരു വീടാണ്. അപ്പം അവിടെ അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ പൊങ്കാലയുടെ ഈ ഒരു വിഷ്വൽസ് നിങ്ങൾ കാണുന്നത്. ഇതിൽ നമ്മുടെ പ്രൊഡ്യൂസറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാവരും ഉണ്ട്. പിന്നെ നമ്മുടെ ഹെയർ ഡ്രസ്സർ ചേച്ചിയുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് കേട്ടോ. നിങ്ങൾ കറക്റ്റ് നോക്കി സൂക്ഷിച്ച് നോക്കി കാണാം. പിന്നെ ഡയറക്ടർ ഉണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാരും പൊങ്കാല പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറേ ചേച്ചിമാരിങ്ങനെ വന്ന് പൊങ്കാലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ, റോഡിൻ്റെ അപ്പുറത്തിപ്പുറത്തായിട്ട്. ശരിക്കും എൻ്റെയും ആകാശിൻ്റെയും, അതായത് ബിബിയുടെയും ആദ്യത്തെ പൊങ്കാലയാണ് ഇങ്ങനെ നേരിട്ട് ഉള്ളത്. ടി വിയിൽ ഇങ്ങനെ കുറേ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നേരിട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് കൂടി ആയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ കുറേ ചേച്ചിമാർ, നമ്മളെ സീരിയലിൽ കാണുന്ന ചേച്ചിമാർ കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ നമ്മളെ വിളിച്ച് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം ഉള്ള ഒരു സംഭവം തന്നെ കേട്ടോ. ശരിക്കും ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ വരുമ്പോഴാണ് നമുക്ക് നേരിട്ട് പ്രേക്ഷകരുടെ അഭിപ്രായവും അവരുടെ വിലയിരുത്തലൊക്കെ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പം അത് നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. സംഭവം നല്ല വെയിലാണ്, പക്ഷെ അതൊന്നും വകവയ്ക്കാണ്ട് നമ്മുടെ ചേച്ചിമാരതേ. ഹലോ കാണോ, സ്ഥിരം കാണാറുണ്ടോ? എല്ലാവരും ഉണ്ടോ അവിടെ? നിങ്ങളുടെ ക്യാമറ വേണോ? അതെ.
ചേച്ചിമാരൊക്കെ ആര്യ ആകാശ എന്നൊക്കെ വിളിച്ച് നമ്മളെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ അതിലും കൂടുതൽ ഹാപ്പിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എല്ലാവരും കുറേ ആൾക്കാർ തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ആയിട്ട് വന്നിട്ടുള്ള ചേച്ചിമാരുണ്ട്. ഇന്നലെ വന്ന് ഇവിടെ നിൽക്കുന്ന ആൾക്കാരുകളുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഞാനൊക്കെ ഇത്രയും വലിയൊരു പരിപാടിയാണെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ സത്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് കുറേ ചേച്ചിമാർ വന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കുറേ നേരമായി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, നിങ്ങളെന്താ അങ്ങോട്ട് വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്തായാലും ആ വഴിയോടെ വരുമ്പോൾ എല്ലാവരും കാണും, എന്തായാലും കണ്ടിട്ടേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോട്ടയത്തു നിന്ന് ഒരു ചേച്ചിമാർ അവർ കുറച്ച് ഗ്യാങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിബി അപ്പോൾ അവരെ കണ്ടപ്പോൾ സ്വന്തം നാട്ടുകാരുടെ സ്നേഹം കാണിക്കുന്ന കേട്ടോ അത്. പിന്നെ നമ്മുടെ കൂടെ അവിടെ ബാലനുണ്ടായിരുന്നു, അതുപോലെ തന്നെ അലോക്, മാമൻ, പിന്നെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തിലെ നായകൻ നമ്മുടെ സജേഷ്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. മാമനൊക്കെ വേറെ വൈബായിരുന്നു. അങ്ങനെ 10:15 ചടങ്ങൊക്കെ തുടങ്ങി. പൊങ്കാലയ്ക്കുള്ള അടുപ്പ് കത്തിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു അടുപ്പ് കത്തിച്ചു. അത് നമ്മുടെ പ്രൊഡ്യൂസറാണ് കത്തിക്കുന്നത്. അങ്ങനെ ആ അടുപ്പിലത്തെ തീയിന്നാണ് മറ്റുള്ള എല്ലാ അടുപ്പുകളിലേക്കുള്ള തീയും കൊണ്ട് ഓരോ ചേച്ചിമാർ പോകുന്നത്. അവരവരുടെ അടുപ്പുകളിലേക്ക് ആ തീയും കൊണ്ടുപോയി പായസം ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങണം. പിന്നെ നമ്മുടെ സീരിയൽ സ്ഥിരം കാണുന്ന ഒരു അമ്മൂമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അടുത്തേക്ക് കണ്ടപ്പോൾ. അമ്മൂമ്മ ഭയങ്കര ഇമോഷണലായി. ആൾക്ക് നമ്മളെ കണ്ടപ്പോൾ കരച്ചിലൊക്കെ വന്നു. അത് കണ്ടപ്പോൾ നമുക്കും ശരിക്കും വിഷമമായിട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ അമ്മമ്മേനെ ഒരു വിധത്തിൽ നമ്മൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച്. ആൾക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവണില്ല നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അത് പ്രൊഡ്യൂസർ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഇതിൽ നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളും അവിടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും വിളമ്പാനൊക്കെ ആയിട്ട് നിന്നു. ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഡയറക്ടർ, അതുപോലെ തന്നെ മറ്റ് സീരിയലിലുള്ള ആർട്ടിസ്റ്റുകൾ, ചെമ്പനീർപ്പൂവിലെ സച്ചി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലെ സജേഷ് വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാ സീരിയലിലെ ആൾക്കാരും ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും പിന്നെ വന്നിട്ടുള്ള ചേച്ചിമാർ എല്ലാവരും കൂടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഡാൻസൊക്കെ കളിച്ച് അതൊക്കെ ഭയങ്കര രസമായിരുന്നേ. പാട്ട്, ബഹളം, നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെ ഒരു ഒത്തൊരുമ. നിങ്ങൾ സാന്ത്വനത്തിലെ ആൾക്കാരെ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മള് അവിടെ ഫുഡ് കൊടുക്കാൻ നേരത്ത് കുറെ ചേച്ചിമാര് വന്നിട്ട് നമ്മളെടുത്ത് സംസാരിച്ചു. സീരിയലിനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ. അത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നേരിട്ട് നിങ്ങളുടെ റെസ്പോൺസ് നമ്മളെ അറിയിക്കുമ്പോൾ അങ്ങനെയുള്ള പരിപാടികളാണ് കിട്ടുന്നത്. അത് നേരിട്ട് കിട്ടുക എന്നുള്ളത് തിരുവനന്തപുരത്തുള്ളവർ മാത്രമല്ല കേട്ടോ, കോഴിക്കോട് എന്നുള്ളവർ, തൃശ്ശൂർ എന്നുള്ളവർ, ഇങ്ങനെ പല സ്ഥലത്തു നിന്നുള്ളവർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയണം. അവർക്ക് ഇന്നലെ വന്നതാണ്, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് വന്നവരാണ്. അവരിവിടെ വന്നിട്ട് കിടന്ന് വഴിയിൽ തന്നെയാണ് കുറേ പേരെല്ലാം കിടക്കുന്നത്. കാരണം അവർ ബുക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ അവരൊന്ന് കിടന്ന് അത്രയും പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവര്. ഇത്രയും വലിയൊരു പരിപാടിയാണെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം അതല്ലേ നമ്മുടെ ഫസ്റ്റ് പൊങ്കാലയാണ്. എന്തായാലും അടിച്ചു പൊളിച്ചു ഇത്തവണത്തെ പൊങ്കാല. അപ്പം എന്തായാലും ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അധികം നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര റഷ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഈ വിളമ്പണ പരിപാടിയും അതുപോലെ ഉള്ള പക്ഷെ നമുക്ക് ഭയങ്കര എന്താ പറയാ മനസ്സ് നിറഞ്ഞ ഒരു സംതൃപ്തി ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് നമ്മുടെ മുഖത്തുനിന്നായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റേ കിടലിന് എപ്പിസോഡിൽ വരുന്നുണ്ട്. അതെ സാധനങ്ങൾ വരുന്നുണ്ട്. അതെ പിന്നെ അപ്പൊ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളത് പറയാറില്ല, ആരും പറയാറില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കുഴപ്പമില്ല, താക്കി പിടിച്ചിരുന്നു. അപ്പൊ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓളാക്കിട്ടാ. അതെ, ഓക്കെ. അപ്പം മറ്റേ എപ്പിസോഡായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ. അല്ല സദാ പിന്നെ ശിവ